മ്യൂച്വൽ ഫണ്ടുകളിൽ SIP ചെയ്യുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഒരു ചോദ്യം. നമ്മൾ വിചാരിച്ച അത്ര വലിയൊരു സമ്പത്തുണ്ടാക്കാൻ ഈ SIP കൊണ്ട് മാത്രം സാധിക്കുമോ? പലരും ഏറ്റവും മികച്ച ഫണ്ടുകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി ദിവസങ്ങളും മാസങ്ങളും ചിലവഴിക്കാറുണ്ട്. എന്നാൽ ദീർഘകാല നിക്ഷേപത്തിൽ ഫണ്ടുകൾ തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ 100 മടങ്ങ് പ്രാധാന്യമുള്ള ഒരു അടിസ്ഥാന തത്വം നമ്മളിൽ ഭൂരിഭാഗം പേരും വിട്ടുപോകാറുണ്ട്. അതെന്താണെന്നറിയണ്ടേ? നമ്മുടെ നിക്ഷേപങ്ങളെ വലിയ തകർച്ചകളിൽ നിന്ന് രക്ഷിക്കാനും മികച്ച ലാഭം തരാനും സഹായിക്കുന്ന ആ രഹസ്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. വെൽക്കം ടു ജിയോജി സ്പോട്ട്ലൈറ്റ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകരുടെ എണ്ണം റെക്കോർഡ് വേഗത്തിലാണ് വളരുന്നത്. കണക്കുകൾ നോക്കിയാൽ അറിയാം, കഴിഞ്ഞ മാർച്ചിലെ പ്രതിമാസ SIP നിക്ഷേപം മാത്രം 32,087 കോടി രൂപയിലെത്തി നിൽക്കുകയാണ്. തൊട്ടു മുൻപത്തെ വർഷം ഇത് 25,926 കോടി രൂപയായിരുന്നു. അതായത് റീറ്റെയിൽ നിക്ഷേപകർക്ക് വിപണിയിലുള്ള വിശ്വാസം അത്രത്തോളം വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയധികം ആളുകൾ പണം നിക്ഷേപിക്കുന്നുണ്ടെങ്കിലും അതിൽ ഭൂരിഭാഗം പേരും ചെയ്യുന്ന ഒരു തെറ്റുണ്ട്. അവർ എപ്പോഴും ലാർജ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, ഫ്ലെക്സി ക്യാപ്പ് എന്നിങ്ങനെ ഏത് ഫണ്ടിലാണ് കൂടുതൽ റിട്ടേൺ കിട്ടുക എന്ന് മാത്രമാണ് ചിന്തിക്കുന്നത്. എന്നാൽ ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒന്നാണ് അസറ്റ് അലോക്കേഷൻ, അഥവാ നിങ്ങളുടെ മൊത്തം പണം ഏതൊക്കെ തരത്തിലുള്ള നിക്ഷേപങ്ങളിലേക്ക് എത്ര ശതമാനം മാറ്റിവെക്കണമെന്നത്. ലളിതമായി പറഞ്ഞാൽ ഇക്വിറ്റി ഫണ്ടുകൾ, ഡെറ്റ് ഫണ്ടുകൾ, ഗോൾഡ്, ലിക്വിഡ് ഫണ്ടുകൾ എന്നിവയിലേക്ക് നിങ്ങളുടെ പ്രായം, സാമ്പത്തിക ലക്ഷ്യങ്ങൾ, റിസ്ക് എടുക്കാനുള്ള ശേഷി എന്നിവ കണക്കിലെടുത്ത് പണം വിഭജിച്ച് നിക്ഷേപിക്കുന്ന രീതിയാണത്. പല പഠനങ്ങളും തെളിയിക്കുന്നത് ഒരു പോർട്ട്ഫോളിയോയുടെ വിജയത്തിൻ്റെ പ്രധാന കാരണം മികച്ച ഫണ്ടുകൾ കണ്ടെത്തുന്നത് മാത്രമല്ല, മറിച്ച് ശരിയായ അസറ്റ് അലോക്കേഷൻ ആണെന്നതാണ്. നമ്മൾ അസറ്റ് അലോക്കേഷൻ കൃത്യമായി ചെയ്യാതിരിക്കുമ്പോൾ പോർട്ട്ഫോളിയോയിൽ പല തെറ്റുകളും കടന്നുകൂടും. നിക്ഷേപകർ സാധാരണയായി വരുത്തുന്ന 6 പ്രധാനപ്പെട്ട തെറ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്പർ 1, റിസ്ക് അപ്പിറ്റൈറ്റും റിസ്ക് കപ്പാസിറ്റിയും. പല നിക്ഷേപകരും വിചാരിക്കുന്നത് തങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്, അതുകൊണ്ട് 100% പണവും ഇക്വിറ്റിയിൽ നിക്ഷേപിക്കാമെന്നാണ്. ഇതിനെയാണ് റിസ്ക് അപ്പിറ്റൈറ്റ് അല്ലെങ്കിൽ റിസ്ക് എടുക്കാനുള്ള താല്പര്യം എന്ന് പറയുന്നത്. എന്നാൽ നിങ്ങളുടെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതിക്ക് ആ റിസ്ക് താങ്ങാൻ പറ്റുമോ, അതിനെയാണ് റിസ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. നിങ്ങളുടെ ജോലി സ്ഥിരത, ലോണുകൾ, കുടുംബ ഉത്തരവാദിത്തങ്ങൾ എന്നിവയെല്ലാം ഇതിനെ ബാധിക്കും. വിപണിയിൽ ഒരു 20% ഇടിവുണ്ടാകുമ്പോൾ ധൈര്യം സംഭരിച്ച് കാത്തിരിക്കാൻ പറ്റാതെ പലരും നഷ്ടത്തിൽ പണം പിൻവലിച്ച് ഓടിപ്പോകാറുണ്ട്. നിങ്ങളുടെ മനസ്സിൻ്റെ ധൈര്യം മാത്രമല്ല, സാമ്പത്തിക ഭദ്രതയാണ് നിങ്ങളുടെ റിസ്ക് ശേഷി നിശ്ചയിക്കുന്നത് എന്ന് ഓർക്കുക. നമ്പർ 2, ഡെറ്റ് നിക്ഷേപങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കുന്നത്. ഇപ്പോൾ വിപണിയിൽ എല്ലാവരും ഇക്വിറ്റി SIPകളുടെ പുറകെയാണ്. ഡെറ്റ് ഫണ്ടുകൾ വലിയ ലാഭം തരുന്നില്ലെന്ന് കരുതി പലരും അത് പൂർണ്ണമായി ഒഴിവാക്കുന്നു. എന്നാൽ ഡെറ്റ് ഫണ്ടുകൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ ഒരു ഷോക്ക് അബ്സോർബറാണ്. ഓഹരി വിപണി വലിയ രീതിയിൽ ഇടിയുമ്പോൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോ തകർന്നു പോകാതെ താങ്ങി നിർത്തുന്നത് ഈ ഡെറ്റ് നിക്ഷേപങ്ങളാണ്. അതുമാത്രമല്ല, വിപണി ഇടിഞ്ഞു കിടക്കുമ്പോൾ വിലക്കുറവിൽ ഇക്വിറ്റി ഫണ്ടുകൾ വാങ്ങാൻ ഈ ഡെറ്റ് ഫണ്ടിലെ പണം നമുക്ക് ഉപയോഗിക്കാം. നമ്പർ 3, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലാഭം തരുന്ന ഫണ്ടുകളുടെ പുറകെ ഓടുന്നത്. നിക്ഷേപം തുടങ്ങുമ്പോൾ നമ്മളൊരു കൃത്യമായ പ്ലാൻ വെച്ചിട്ടുണ്ടാകും. ഉദാഹരണത്തിന് 70% ഇക്വിറ്റി, 30% ഡെറ്റ്. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ വിപണിയിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഫണ്ട് വലിയ ലാഭം തരുന്നത് കണ്ട് പണമെല്ലാം അതിലേക്ക് നിക്ഷേപിക്കും. ഇതോടെ നിങ്ങളുടെ പഴയ പ്ലാൻ മാറിപ്പോവുകയും പോർട്ട്ഫോളിയോയിലെ റിസ്ക് ക്രമാതീതമായി കൂടുകയും ചെയ്യും. വിപണിയിലെ താൽക്കാലിക തരംഗങ്ങൾ കണ്ട് നിങ്ങളുടെ ലക്ഷ്യം മറക്കരുത്. നമ്പർ 4, ഓവർ ഡൈവേഴ്സിഫിക്കേഷൻ. റിസ്ക് കുറയ്ക്കാൻ വേണ്ടി 10-12 ഇക്വിറ്റി ഫണ്ടുകൾ വാങ്ങിക്കൂട്ടുന്നവരുണ്ട്. ഇതൊരു തെറ്റായ രീതിയാണ്. കാരണം ഈ വ്യത്യസ്ത ഫണ്ടുകളെല്ലാം ഒരേ കമ്പനികളുടെ ഓഹരികളിൽ തന്നെയാണോ പണം നിക്ഷേപിക്കുന്നതെന്ന് ഉറപ്പുവരുത്തി വേണം നിക്ഷേപം നടത്താൻ. പല മ്യൂച്വൽ ഫണ്ട് ഹൗസുകളിലായി പണം വിതറുന്നതല്ല യഥാർത്ഥ ഡൈവേഴ്സിഫിക്കേഷൻ, മറിച്ച് ഇക്വിറ്റി, ഡെറ്റ്, ഗോൾഡ് എന്നിങ്ങനെ വ്യത്യസ്ത അസറ്റ് ക്ലാസുകളിൽ കൃത്യമായ അനുപാതത്തിൽ നിക്ഷേപിക്കുന്നതാണ്. നമ്പർ 5, ലിക്വിഡിറ്റി അല്ലെങ്കിൽ എമർജൻസി ഫണ്ട് കണ്ടെത്താതിരിക്കൽ. എല്ലാ പണവും ഇക്വിറ്റിയിലോ അല്ലെങ്കിൽ നിശ്ചിത കാലയളവിലേക്ക് ലോക്ക് ചെയ്ത ഫണ്ടുകളിലോ, ഉദാഹരണത്തിന് ELSS, നിക്ഷേപിക്കുന്നത് വലിയൊരു അബദ്ധമാണ്. പെട്ടെന്നൊരു മെഡിക്കൽ എമർജൻസിയോ ജോലി നഷ്ടപ്പെടലോ ഉണ്ടായാൽ നമ്മൾ എന്തു ചെയ്യും? പെട്ടെന്ന് പണം ആവശ്യമായി വരുമ്പോൾ നഷ്ടത്തിൽ കിടക്കുന്ന ഇക്വിറ്റി ഫണ്ടുകൾ നിർബന്ധിതമായി വിൽക്കേണ്ടി വരുന്നു. നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ 10 മുതൽ 15% പെട്ടെന്ന് എടുക്കാൻ സാധിക്കുന്ന ലിക്വിഡ് ഫണ്ടുകളിൽ എമർജൻസി ഫണ്ടായി സൂക്ഷിക്കുക. നമ്പർ 6, ജീവിത സാഹചര്യങ്ങൾ മാറുമ്പോൾ പോർട്ട്ഫോളിയോ മാറ്റാതിരിക്കുന്നത്. 25-ാം വയസ്സിൽ തുടങ്ങിയ അതേ SIP പ്ലാൻ 45-ാം വയസ്സിലും മാറ്റമില്ലാതെ കൊണ്ടുപോകുന്നത് ശരിയല്ല. വിവാഹം, കുട്ടികളുടെ വിദ്യാഭ്യാസം, ഭവന വായ്പ എന്നിവ വരുമ്പോൾ നമ്മളുടെ ആവശ്യങ്ങളും റിസ്ക് ശേഷിയും മാറും. അതുകൊണ്ട് കൃത്യമായ ഇടവേളകളിൽ നിങ്ങളുടെ അസറ്റ് അലോക്കേഷൻ പുനഃപരിശോധിക്കുകയും വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് ബാലൻസ് ചെയ്യുകയും വേണം.
ചുരുക്കത്തിൽ ഏറ്റവും മികച്ച റിട്ടേൺ തരുന്ന ഫണ്ട് കണ്ടെത്തുക എന്നതല്ല വലിയൊരു സമ്പത്ത് ഉണ്ടാക്കാനുള്ള വഴി. നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കും സാമ്പത്തിക ശേഷിക്കും അനുയോജ്യമായ രീതിയിൽ പണം പലയിടങ്ങളിലായി വിഭജിച്ച് അച്ചടക്കത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലാണ് വിജയം. ജിയോജി സ്പോട്ട്ലൈറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ സാമ്പത്തിക നിക്ഷേപ വിവരങ്ങളുമായി വീണ്ടും കാണാം.